ഇന്ന് കസിൻ്റെ കല്യാണത്തലേന്നാണ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാൻ ഇറങ്ങും. ഒരു 10 മണിക്കായി ഉണ്ടാവും. പോകാൻ ഇറങ്ങുമ്പോഴും അനിയത്തി മെഹന്തി ഇട്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. ഓട്ടോയിലാണ് പോകുന്നത്. അനിയത്തിയും മോളും ആദ്യം ഇറങ്ങിപ്പോയി. ഉമ്മ തന്നെ അയച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങിയേ. ഉമ്മ ഓട്ടോക്കാരോട് താഴത്ത് നിൽക്കാൻ പറഞ്ഞതിനി. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ വണ്ടിക്ക് കയറി കേട്ടോ. മൂത്തമ്മാൻ്റെ വീട് വരുന്നത് തീത്തിയാടാണ്. ഈ വഴിക്കുള്ള റോഡ് ഫുള്ള് മോശമാണ്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂത്തമ്മൻ്റെ വീട്ടിലെത്തിയേ. അമ്മോൻ്റെ മക്കളും മാമിമാരൊന്നും വന്നിട്ടില്ല. ഇനി ഓൾക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ ഉപ്പാൻ്റെ വീട്ടിലെ കസിൻസും വന്നിട്ടില്ല കേട്ടോ. അവിടെ അമ്മായികളൊക്കെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കില്ലേനി. അങ്ങനെ പിന്നെ വന്നപ്പോൾ ഉമ്മ നെയ്യപ്പം കൊണ്ടുവന്നീനി. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവൻ്റെ റൂമിലേക്ക് പോയിനി. ഇതാണ് അവൻ്റെ റൂം. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചവിടെ ഇരുന്ന്. അപ്പോഴാണ് അനിയത്തി മൈലാഞ്ചി കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പിന്നെ ഓൾ ഇടണമൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ചെക്കൻ്റെ അനിയത്തി വന്നീനി. പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തേക്കാനുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അതൊക്കെ എടുത്തുവെച്ച് പിന്നെ കെട്ടിയോൻ കുറച്ച് നേരം വിളിച്ചിനി. അങ്ങനെ പിന്നെ കെട്ടിയോനോടൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ റെഡിയാണെന്ന് പറഞ്ഞാൽ ഉമ്മ താഴോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് സാമ്പാറും ചോറും കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തർ മെഹന്തി ഇടാൻ തുടങ്ങി കേട്ടോ. അനിയത്തി എല്ലാവർക്കും ഇങ്ങനെ മെഹന്തി ഇട്ട് കൊടുക്കേനി. അപ്പോഴത്തേനും എല്ലാവരും വരാനൊക്കെ തുടങ്ങിയേ. പിന്നെ ഒരു ഭാഗത്ത് മെഹന്തി ഇടുന്ന തിരക്കിലും. ഇതിനി ചെറിയ അമ്മോൻ്റെ പെണ്ണുങ്ങളാണ്. ആളിന്നെ വീഡിയോ എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പ്രത്യേകം നിന്ന് തരികയാണ്. മാമി അനിയത്തിക്ക് മെഹന്തി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇനി വലിയപ്പൻ്റെ അനിയത്തിൻ്റെ മക്കളും മരക്കളും കുട്ടികളൊക്കെ കേട്ടോ. അവർക്ക് നേരത്തെ വന്നിനി. അവർക്ക് പിറ്റേന്നൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലേന്ന് വന്ന് പോവേനി. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ അമ്മൻ്റെ അപ്പ. വലിയപ്പനെ കണ്ടാൽ പിന്നെ എൻ്റെ കുട്ടി താഴത്ത് നിൽക്കൂല. അപ്പം വലിയപ്പ എടുത്തുകൊണ്ട് നിൽക്കണം. ആരംഭം തുളുമ്പും ചെങ്കതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ആരംഭം തുളുമ്പും ചെങ്കതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. പേരിമ്പക്കനിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വച്ചെഴുത്താനും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്കും വിള്ളിയതില്ല തിരിഞ്ഞ് കണ്ണാടേ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു വിത്തൊരു പെണ്ണാടേ നിന്റെ തേനലും പവിഴച്ചിരിയൊന്ന് ഞാനൊരുത്തി ഉണച്ചിടുമെന്ന് കുട്ടേ മോഹബത്തിന്റെ സത്തേ പുന്നാരക്കുട്ടി തത്തേ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിടു ദേവി മുല്ല മലർമണമുള്ളൊരു ബീവി. മാഞ്ഞാലം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടി ചെന്നി കണ്ടാൽ പാഞ്ഞൊളിച്ചിടുന്നെന്തിനാ